ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നലെ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചതെന്ന് നോക്കിയാലോ. ഇന്നലെ 20ാമത്തെ ദിവസമായിരുന്നു കേട്ടോ കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് മോർണിംഗ് സോങ്ങിനൊക്കെ ശേഷം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇന്നലെ അതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായി. അത് പ്രത്യേകിച്ച് പറയണോ, നമ്മുടെ ജിസയിൽ കാരണമാണ് ഇന്നലെ ആ ടൈമിങ്ങിന് ചെറിയൊരു വ്യത്യാസം വന്നത്. അതായത് രാവിലെ കാപ്പി കുടിക്കുന്ന സമയം മുതൽ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അതായത് 19ാമത്തെ ദിവസം വൈകുന്നേരം എന്തോ കോഫി പൗഡർ തീർന്നു എന്ന് പറഞ്ഞ് ശരത്ത് നമ്മുടെ ആ ടിന്നൊക്കെ പൊക്കി കാണിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും അറിയാമോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷെ അപ്പൊ ആരും ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട് പിറ്റേ ദിവസം ഇന്നലെ മോർണിംഗ് കാപ്പി ഇടാൻ ചെന്നപ്പോൾ ആ ടിന്നിൽ കുറച്ച് കോഫി പൗഡർ ഇരിക്കുന്നു. അപ്പൊ തന്നെ ശരത്ത്, കുക്കിംഗ് ക്യാപ്റ്റനായ ശരത്ത് എന്ത് ചെയ്തു, ഇപ്പൊ ഇവിടെ കാപ്പി ഉണ്ടാക്കണ്ട, ചോദിക്കട്ടെ ഇത് എവിടുന്ന് വന്നു, ആര് കൊണ്ടുവച്ചു എന്നുള്ളതൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും മനസ്സിലായി നമ്മുടെ ജിസയിലാണ് ആ പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. കാരണം കുക്കിംഗ് ടീം അല്ലാതെ കിച്ചണിൽ കയറാൻ ആകെ ഒരാൾക്ക് മാത്രമേ അനുവാദം കൊടുത്തിട്ടുള്ളൂ, അത് നമ്മുടെ ജിസയിലിനാണല്ലേ. അപ്പൊ ജിസയിൽ ഇടയ്ക്കിടയ്ക്ക് കയറി സ്വന്തമായിട്ട് കോഫിയൊക്കെ ഇട്ട് കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോ അവിടെ നിന്ന് ഷാനവാസ് അല്ല, ആര്യൻ അവിടെ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസ്, ഈ വീക്കിലെ ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യൻ പറഞ്ഞു ഇനി കുക്കിംഗ് ടീം അല്ലാതെ ആരെയും കിച്ചണിൽ കടത്താൻ പാടില്ല എന്നുള്ളത്. ഇത്രയും നാള് അവിടെ എല്ലാ കണ്ടസ്റ്റൻസിന്റെ മനസ്സിലും നല്ല രീതിയിൽ ഗ്രാഫ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജിസേലിന്റെ ഗ്രാഫ് പതിയെ ആ ഒരു ഇഷ്യൂ കൊണ്ട് താഴ്ന്നു പോയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ജയിൽ നോമിനേഷൻ ആയിരുന്നു ഇന്നലെ. ജയിൽ നോമിനേഷനിൽ ഈ ഒരു കാരണം പറഞ്ഞ് ജിസേലിനെ ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്യുകയും ജിസയില് ജയിലിൽ പോകേണ്ടതായിട്ടും വന്നു. ജിസേലിന്റെ ഒപ്പം പോയത് നമ്മുടെ ഒനീലാണ്. ഒനീല് പോയതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. റെനയുടെ അടുത്ത് അത്രയും ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് ചാടി കയറിയതായിരുന്നു റീസൺ ആയിട്ട് വന്നത്. ഈ ഒനീല് ഇങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ലൈവ് സ്റ്റോറി പറയുന്ന ടാസ്കില് കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന മറ്റു ചിലര് അവിടെ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒനീലിന്റെ ബാഡ് വേർഡ്സിന് അവിടെ ഹൈ പ്രയോറിറ്റി കൊടുത്ത് അവിടെ കളിയാക്കി ചിരിച്ചത്, അയാൾ എന്തിനാണ് അത് പറഞ്ഞതെന്നൊക്കെ മറന്നുപോയിട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പൊ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെയാണോ തോന്നിയതെന്നൊന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മുടെ ഫ്രൈഡേ എപ്പിസോഡിൽ ജയിൽ നോമിനേഷൻ നടക്കേണ്ടായിരുന്നു. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിലാഷിനും ഒനിലിനും ഒക്കെയാണ് കൂടുതലും നോമിനേഷൻസ് വന്നിട്ടുള്ളത്. കാരണം റെനയുടെ അടുത്ത് ചൂടായി സംസാരിച്ചു എന്നുള്ളതായിരുന്നു കാരണം. പിന്നെ വന്നത് നമ്മുടെ ജിസേലിനും ആര്യനും ഒക്കെ ആയിരുന്നു. ടാസ്ക് ചെയ്യാൻ ധൈര്യശാലികളായിട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ പോയി ടാസ്ക് ചെയ്തില്ല. അനീഷിനും നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വോട്ട്സിന്റെ നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ജിസേലിനും ഒനീലിനും ആയിരുന്നു. അതുകൊണ്ട് അവരാണ് ഈ ആഴ്ച ജയിലിൽ പോയത്. ജയിലിൽ ചെന്നപ്പോൾ തന്നെ വളരെ അടിപൊളി ജയിൽ ടാസ്ക് ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് അവിടെ ഒരുക്കി വെച്ചിരുന്നത്. അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബിഗ് ബോസ് ഇന്നലെ സമയം അനൗൺസ് ചെയ്തു, രാത്രി 9 മണി. ആ 9 മണി മുതൽ അവർക്കൊരു ഇരുമ്പ് കമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 2 3 അങ്ങനെ 60 വരെ കൗണ്ട് ആകുമ്പോൾ 1 മിനിറ്റ്, വീണ്ടും 1 2 3 60 വരെ കൗണ്ട് ആകുമ്പോൾ 2 മിനിറ്റ്, അങ്ങനെ 60 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂർ എന്ന രീതിയിൽ കൗണ്ട് ചെയ്ത് ബിഗ് ബോസ് പിറ്റേ ദിവസം സമയം ചോദിക്കുമ്പോൾ കറക്റ്റ് സമയം പറഞ്ഞെങ്കിൽ മാത്രമേ, ഒരു 3-4 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം എങ്കിലും കറക്റ്റ് സമയം പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജയിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഒനിയിലിനും ജിസേലിനും ജയിലിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവർ ഇന്നലെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അത് 1 2 3 മറ്റേ കമ്പി വെച്ച് എണ്ണി കൗണ്ട് ചെയ്യുന്നതൊക്കെ കണ്ടു. 5 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അത് കണ്ടിട്ട് ഒനിയിലൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അവർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ അഭിലാഷ് ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറയിൽ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. 5 മണിക്കൂറായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഇളവ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജയിൽ ടാസ്ക് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കി എന്താണെന്ന് നമുക്ക് ഇന്ന് മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ ഒപ്പം തന്നെ ഇന്നലെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി നോമിനേഷൻ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കാരണം ഈ വീക്കിലെ നോമിനേഷനിൽ പുറത്ത് പോകാൻ വേണ്ടി സെലക്ട് ചെയ്തവരിൽ ഒരാളാണ് ശൈത്യ. ഏറ്റവും കൂടുതൽ വോട്ട് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ശൈത്യക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ശൈത്യയെ ഇവര് പിടിച്ച് ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഇട്ടത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ വീക്കിൽ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടുള്ളത് ശൈത്യയും ബിന്നിയും ശരത്തുമാണ്. അത് ശൈത്യയെ ഇത്രയും നാളും എതിർത്ത് നിന്നിട്ട് അവരെന്തിനാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ശൈത്യ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. പക്ഷെ ഇത്രയും നാളെ ബാക്കിൽ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ എന്ത് ഉദ്ദേശത്തിലാണ് ശൈത്യയെ പറഞ്ഞതെന്നുള്ളത് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷാനവാസും
അഭിലാഷും ഓനിയിലും നെവിനും ഒക്കെ അവിടെ വർത്താനം പറയുന്നുണ്ട്. കാരണം ഏറ്റവും നന്നായിട്ട് ടാസ്ക് കളിച്ച നെവിനെ പോലും അവിടെ ആരും നോമിനേറ്റ് ചെയ്തില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്, ഗ്രൂപ്പിസം ആണെന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനുമോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന കേട്ടു, ഷാനവാസിക്ക നിങ്ങളും ഒരു ഗ്രൂപ്പിൽ പോയി പെട്ടിട്ടുണ്ട്, അഭിലാഷേട്ടനും നമ്മുടെ ഓനിയിലും ഒക്കെ ചേർന്നിട്ടുള്ള ഗ്രൂപ്പിൽ. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഇവിടുത്തെ മറ്റ് ഗ്രൂപ്പുകൾ തകർക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായവരാണ് ഞങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ അനുമോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു, ഗ്രൂപ്പുകൾ തകർക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് തകർക്കണം എന്നെ പോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും എന്താണ് കഴിഞ്ഞ എപ്പിസോഡിലെ കാര്യം പറഞ്ഞുകൊണ്ട് റേന വീണ്ടും മുന്നിലിന്റെ പിന്നാലെ ചൊറിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പോൺസർ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, കായം വെച്ചിട്ട് നമ്മുടെ റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയൊക്കെയായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത്. ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരും, വാണിങ്ങി കൊടുക്കും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദിസ് ഇസ് ആതിര സൈനിങ് ഓഫ്. ബൈ ബൈ, സീ യു.